കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hi all, welcome back to IGNO Focus 5.4. ഇഗ്നോ മുൻകാല ചോദ്യപേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ബികോം ജിയുടെ തേർഡ് ഇയറിന്റെ പേപ്പറും അതുപോലെ തന്നെ BBAയുടെ സെക്കൻഡ് ഇയറിന്റെ പേപ്പറും കൂടെ ആയിട്ടുള്ള BCOE 143 ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ള പേപ്പറാണ് നമ്മൾ ഇന്നിവിടെ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു അനാലിസിസ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. നിങ്ങൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും നിങ്ങളുടെ പഠനത്തിൽ. കാരണം നോർമലി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പോർഷൻസ് പഠിക്കാനുണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ. അപ്പോൾ അത് നിങ്ങൾ പഠനം ഒന്നും കൂടെ ഒന്ന് മെച്ചപ്പെടുത്താനും അതേപോലെ തന്നെ നമുക്ക് ടൈം ഓറിയന്റഡ് ആയിട്ട് ഏതാണ് നമുക്ക് റിപ്പീറ്റഡ്ലി വരുന്നത് അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ഒന്നും കൂടി ഈസി ആയിട്ട് നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഈസി ആയിട്ട് നമുക്ക് എക്സാം ഹാൻഡിൽ ചെയ്യാനും സാധിക്കും. അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് നമ്മളിന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ സിലബസ് മാപ്പിങ്ങിലൂടെ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ റിപ്പീറ്റഡ്ലി വരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഇത് ബ്ലോക്ക് വൈസും ടോപ്പിക് വൈസ് എല്ലാം ഒരു ഹിസ്റ്റോറിക്കൽ റെലവൻസോട് കൂടി തന്നെയായിരിക്കും പറയുന്നുണ്ടാവുക. അതേപോലെ തന്നെ നമ്മൾ തന്നെ എക്സാം പാറ്റേൺ അനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ നോർമലി ഒരു 5 തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിന്റെ ട്രെൻഡും പാറ്റേൺ എല്ലാം നോക്കിയിട്ട് തന്നെയാണ് നല്ലൊരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിൽ തന്നെയാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇതിനകത്ത് നമ്മൾ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിന്റെ പ്രോബിലിറ്റിയും അതുപോലെ തന്നെ പ്രഡിക്ഷനും ഇതിന്റെ കൂടെ തന്നെ നമുക്ക് നിങ്ങൾക്കായിട്ട് ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഈ ഡോക്യുമെന്റിൽ ഇൻക്ലൂഡഡ് ആണ്. അതോടൊപ്പം നമ്മളൊരു മോക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നിങ്ങൾക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്നും കൂടെ ഇനി വരാൻ പോകുന്ന എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിന്റെ ടൈപ്പിലുള്ളൊരു മോക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നുണ്ടാവുക. അതോടൊപ്പം ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ ആൻസേഴ്സ് അവൈലബിൾ ആവുന്നുണ്ടാവുക നമ്മൾ ലേൺവൈസിന്റെ ആപ്പിനകത്ത് മാത്രമായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് നമുക്ക് റിപ്പീറ്റഡ്ലി വരുന്നതും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുന്ന സമയത്ത് ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനും ഇതിലൂടെ നിങ്ങൾക്ക് സാധ്യമാവും. അതോടൊപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾ പഠനമൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ റിവിഷൻ സ്റ്റഡീസ് ആയിരിക്കും നിങ്ങൾ നടത്തുന്നുണ്ടാവുക. അപ്പൊ റിവൈസ് ചെയ്യുന്ന സമയത്ത് നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ നിങ്ങൾക്ക് എക്സാമിനായിട്ട് പോകാൻ സാധിക്കും. കാരണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ഒന്നും കൂടെ നന്നായിട്ട് നിങ്ങളത് റിവൈസ് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതി പാസ്സാവാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഇനി പറയുന്നത് സിലബസ് മാപ്പിങ്ങിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഈ സിലബസ് മാപ്പിംഗ് നമ്മൾ ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും എക്സാം റെലവൻസോട് കൂടി തന്നെയാണ് നമ്മളിത് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ബ്ലോക്കിലോട്ട് വരുന്ന സമയത്ത് ബ്ലോക്ക് 1 നമുക്കറിയാം ഇൻട്രൊഡക്ഷൻ അതുപോലെ തന്നെ ടൈം വാല്യൂ ആണ് പറയുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെ യൂണിറ്റിൽ നിന്ന് നാച്ചർ അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് റോൾസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെ യൂണിറ്റിൽ. ഇത് നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിലൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 16 ടൈംസ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹൈ റെലവൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന സമയത്ത് രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന് ടൈം വാല്യൂ ഓഫ് മണി ആണ്. അത് പ്രസന്റ് വാല്യൂ അതുപോലെ തന്നെ ഫ്യൂച്ചർ വാല്യൂ ഇൻട്രസ്റ്റ് ആനുറ്റി തുടങ്ങിയിട്ടുള്ള ടേംസ് ഒക്കെയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. 12 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ഹൈ റെലവൻസ് ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതും വരുന്നത്. പിന്നെ രണ്ടാമത്തെ ബ്ലോക്കിലോട്ട് പോകുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ആണ് നമുക്ക് രണ്ടാമത്തെ ബ്ലോക്ക് വരുന്നത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് നമ്മുടെ NPV നെറ്റ് പ്രസന്റ് വാല്യൂ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ അതുപോലെ തന്നെ പേ ബാക്ക് പീരീഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് 18 ടൈംസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈ റെലവൻസോട് കൂടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അതിലെ രണ്ടാമത്തെ യൂണിറ്റിലോട്ട് പോകുന്ന സമയത്ത് റിസ്ക് ആൻഡ് റിട്ടേൺ അതുപോലെ തന്നെ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ പോർട്ട്ഫോളിയോ കൺസെപ്റ്റ്സ് തുടങ്ങിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഒരു 11 ടൈംസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഹൈ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. പിന്നെ മൂന്നാമത്തെ ബ്ലോക്കിലോട്ട് പോകുന്ന സമയത്ത് ഫിനാൻഷ്യൽ ഡിസിഷൻ ആണ് നമ്മുടെ മൂന്നാമത്തെ ബ്ലോക്ക് വരുന്നത്. അതിൽ ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അതുപോലെ തന്നെ അത് ഇക്വിറ്റി ക്യാപിറ്റലും ഡെപ്റ്റ് ക്യാപിറ്റലും അതുപോലെ തന്നെ
വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിനകത്ത്. 14 ടൈംസ് ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഹൈ റെലവൻസ് ഉള്ളൊരു ടോപ്പിക് തന്നെയാണ് ഈ ഒരു ടോപ്പിക്കും. പിന്നെ അതിൽ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസും അതുപോലെ തന്നെ അതിന്റെ ലിവറേജ് ഒക്കെ വരുന്നുണ്ട്. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സും അതുപോലെ തന്നെ ഏർണിംഗ് പെർ ഷെയറും നെറ്റ് ഇൻകം അതുപോലെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം മോഡിംഗ് ആൻഡ് മില്ലർ അപ്രോച്ച് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു 13 ടൈംസ് ഒക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈ റെലവൻസ് ഉള്ള ടോപ്പിക്കാണ് ഈ ഒരു ടോപ്പിക് കേട്ടോ. പിന്നെ അതിലെ മൂന്നാമത്തെ യൂണിറ്റില് ലോങ് ടേം ഫിനാൻസിങ് അതിനകത്ത് ഡിബെഞ്ചേഴ്സും അതുപോലെ തന്നെ ലീസിങ്ങും ബോൺസും ഒക്കെയാണ് ചോദിക്കുന്നത്. അതൊരു 9 ടൈംസ് ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം റെലവൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 4 പോകുന്ന സമയത്ത് ഡിവിഡൻഡ് ഡിസിഷൻസ് ആണ്. അപ്പൊ അതിനകത്ത് ഡിവിഡൻഡ് തിയറീസ് അത് മോഡിഗ്ലാനും മില്ലറും അതുപോലെ തന്നെ ഗോർഡനും വാൾട്ടറും ടാക്സ് ആൻഡ് സിഗ്നലിംഗ് ഒക്കെ വരുന്നുണ്ട്. അതൊരു ഏകദേശം 35 ടൈംസ് ഒക്കെ അത് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഹൈ റെലവൻസ് ഉള്ള ടോപ്പിക് തന്നെയാണ് നമ്മുടെ ഈ ഡിവിഡൻഡ് തിയറീസിലുള്ള ഈ ഒരു ടോപ്പിക്കുകൾ. നെക്സ്റ്റ് അതിലെ യൂണിറ്റ് 2 വരുന്ന സമയത്ത് ഡിവിഡൻഡ് പ്രാക്ടീസുകൾ പറയുന്നുണ്ട്. ക്യാഷും സ്റ്റോക്കും അതുപോലെ തന്നെ ബൈബാക്കും ബോണസ് ഇഷ്യൂസും ഒക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ 20 ടൈംസ് ആണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹൈ റെലവൻസ് പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് ഈ ഒരു ടോപ്പിക് കേട്ടോ. പിന്നെ അഞ്ചാമത്തെ ബ്ലോക്കിലോട്ട് പോകുന്ന സമയത്ത് വർക്കിംഗ് ക്യാപിറ്റൽ ആണ് നമ്മുടെ അഞ്ചാമത്തെ ബ്ലോക്ക് വരുന്നത്. അതിൽ ആദ്യത്തെ യൂണിറ്റിനകത്ത് കൺസെപ്റ്റും അതുപോലെ തന്നെ അതിന്റെ ഡിറ്റർമിനൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഒക്കെ പറയുന്നുണ്ട്. 12 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതൊരു ഹൈ ആയിട്ട് തന്നെ നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. പിന്നെ അതിൽ രണ്ടാമത്തെ യൂണിറ്റിലോട്ട് പോകുന്ന സമയത്ത് ക്യാഷ് മാനേജ്മെന്റ് ആണ് വരുന്നത്. അതിനകത്ത് ബഡ്ജറ്റിങ്ങും അതുപോലെ തന്നെ മോട്ടീവ്സും ഒക്കെയാണ് വരുന്നത്. ഒരു 10 ടൈംസ് നമുക്കത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. നമുക്കൊരു ഹൈ റെലവൻസിനെ കൊടുത്തിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് തന്നെയാണ് കേട്ടോ. പിന്നെ യൂണിറ്റ് 3 പോകുന്ന സമയത്ത് ഇൻവെന്ററി മാനേജ്മെന്റ് ആണ്. അതിനകത്ത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ജസ്റ്റ് ഇൻ ടൈം വാല്യൂഷൻ ഒക്കെ വരുന്നുണ്ട്. 9 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഒരു മീഡിയം റെലവൻസ് ആണ് നമ്മൾ ഈ ടോപ്പിക്കിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ യൂണിറ്റ് 4 പോകുന്ന സമയത്ത് അതിനകത്ത് റിസീവബിൾസും അതുപോലെ തന്നെ ക്രെഡിറ്റ് പോളിസി ഒക്കെയാണ് വരുന്നത്. അത് ഫാക്ടറിങ്ങും ക്രെഡിറ്റ് റിസ്ക്കും തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ഇത് 8 ടൈംസ് ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഒരു മീഡിയം റെലവൻസ് ആണ് നമ്മൾ ഈ ടോപ്പിക്കിലും കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ ഹൈയും അതുപോലെ തന്നെ മോഡറേറ്റ് ഒക്കെ നമ്മൾ ചോദിക്കുന്ന പറയുന്ന സമയത്ത് ഈ ഹൈ വെയിറ്റ് നമ്മൾ കൊടുക്കേണ്ട ബ്ലോക്കുകൾ എന്ന് പറയുമ്പോൾ നാലാമത്തെ ബ്ലോക്ക് അതുപോലെ തന്നെ നാലാമത്തെ ബ്ലോക്കിൽ ഡിവിഡൻഡ് ഡിസിഷൻ ആണ് വരുന്നത്. അതിനകത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്തു നിന്നാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ആ തിയറിയും അതുപോലെ തന്നെ ന്യൂമറൽ ക്വസ്റ്റ്യൻസും രണ്ടും ചോദിച്ചു കാണുന്നുണ്ട് കേട്ടോ. പിന്നെ മോഡറേറ്റ് വെയിറ്റ് നമ്മൾ കൊടുത്ത് പഠിക്കേണ്ട ഒരു ബ്ലോക്ക് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും ബ്ലോക്കാണ് ഒരു മോഡറേറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അത് ഫ്രീക്വന്റ് ആയിട്ട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും വരാറുണ്ട് അതിനകത്ത് നിന്ന്. അതുപോലെ തന്നെ തിയറീസും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ കൂടുതലായിട്ട് NPV നമ്മുടെ വെയിറ്റ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ലിവറേജ് അനാലിസിസ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ടോപ്പിക്കിന്. ഈ ഒരു ബ്ലോക്കിൽ നിന്ന് ഈ ടോപ്പിക്കുകളൊന്നും ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്ത് കളയരുത്. ഇനി എമർജിംഗ് ഏരിയാസ് ആണ് നമ്മൾ പറയുന്നത്. ഇതിനകത്ത് അഞ്ചാമത്തെ ബ്ലോക്കിലാണ് നമുക്ക് കൂടുതലും ഈ 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും അതിനകത്ത് വരുന്നുണ്ടാവുക. കൂടുതലൊന്നും ഉണ്ടാവില്ല, എന്നാലും കുറച്ച് അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക. പിന്നെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ബ്ലോക്ക് ആയിട്ടുള്ള ബ്ലോക്കിന് അതിന്റെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. പിന്നെ നമ്മൾ ഈ റെലവൻസ് ഹൈയും മീഡിയം ലോയും പറയുന്നത് 10 ടൈമിൽ കൂടുതൽ വരികയാണെങ്കിൽ നമ്മൾ ഹൈ റെലവൻസും, അതേപോലെ തന്നെ 5 to 9 ആണ് വരുന്നതെങ്കിൽ മീഡിയം റെലവൻസും, 5 താഴെയാണ് വരുന്നതെങ്കിൽ ലോ റെലവൻസിലായിട്ട് നമ്മളിത് കാറ്റഗറി എടുക്കുന്നുണ്ടാവുക. അങ്ങനെയാണ് നമ്മൾ ഹൈയും മീഡിയം ലോവും റെലവൻസ് പറയാറുള്ളത് ക്വസ്റ്റ്യൻസിന്റെ. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യത്തിന്റെ ഒരു ഗ്രാഫിക് റെപ്രസെന്റേഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ള ഒരു ബാർ ചാർട്ട് എന്ന് പറയുന്നത്. ഇത് നോക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് നമുക്ക് ആ ഒരു ബാർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഏത് ബ്ലോക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. നാലാമത്തെ ബാറിലാണല്ലേ. അപ്പൊ നാലാമത്തെ ബ്ലോക്കിൽ നിന്നാണ് നമുക്ക് ഓട്ടോമാറ്റിക്കലി കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുള്ളത് നാലാമത്തെ ബ്ലോക്കിൽ നിന്നാണ്. അപ്പൊ ഒരു ബ്ലോക്ക് ഒരിക്കലും മിസ്സാക്കാതിരിക്കുക. നന്നായിട്ട് തന്നെ ആ ക്വസ്റ്റ്യൻസിന് പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു ഹീറ്റ് മാപ്പ് ആണ് തന്നിട്ടുള്ളത്. നമുക്ക് ബ്ലോക്ക് യൂണിറ്റ് വൈസും ഏതെന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതാണ്. ഡാർക്ക് പോർഷൻസ് ആണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് തന്നെ നമ്മളത് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഡാർക്കിൽ വരുന്നതാണ് നന്നായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ആ ഡാർക്ക് ഇങ്ങനെ അതിന്റെ ഹൈ ഫ്രീക്വൻസിന്റെ കൂടി വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇനി പറയുന്നത് ഒരു കൂടുതലായിട്ട് നമുക്കൊരു 3 ഹൈ ടോപ്പിക്സ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഒരു ജനറലൈസ് ചെയ്ത് പറയുന്ന സമയത്ത് ഓവറോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു 3 ടോപ്പിക്സിന് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ഇൻഫർമേഷൻ അസിമെട്രി ആണ്. അപ്പൊ ഇതിനകത്ത് ഈ ഏജൻസി കോസ്റ്റും അതുപോലെ ഫ്രീ ക്യാഷ് ഫ്ലോ ഹൈപ്പോത്തീസിസും ഡിവിഡൻഡ് പോളിസി എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. 35 ടൈംസ് ഒക്കെ നോർമലി അപ്പിയർ ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തന്നെ അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ക്യാഷ് ഡിവിഡൻഡിന്റെ പോർഷൻസ് 20 ടൈംസ് ഒക്കെ നമുക്ക് അപ്പിയർ ചെയ്യാനുള്ള ചാൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് അതിന്റെ ഡിക്ലെയർ ചെയ്യുന്നതും അതിന്റെ സ്റ്റെബിലിറ്റി സിഗ്നലിംഗും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ എഴുതാനായിട്ട് നോക്കാം. പിന്നെ നെക്സ്റ്റ് ഡിവിഡൻഡ് ആൻഡ് വാലുവേഷൻ ഓഫ് ദ ഫേം ആണ്. 18 ടൈംസ് ആണ് നമുക്കത് നോർമലി ചോദിച്ചു കണ്ടിട്ടുള്ളത്.
ഇതിനകത്ത് നമ്മൾ അതിന്റെ പേ ഔട്ടിന്റെ അസംഷൻസും അതുപോലെ തന്നെ വാല്യൂ ഓഫ് ദി ഫോം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിൽ തന്നെ നമ്മൾ ആൻസർ ചെയ്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു ന്യൂമറിക്കൽ പ്രയോറിറ്റി കൂടുതലുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി പറയുന്നത്. ഇത് അറിയാലോ, ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് തിയറി ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു പേപ്പറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ടോപ്പിക് എന്ന് പറയുന്നത് ഒന്ന് ഡിവിഡൻഡും അതുപോലെ തന്നെ വാല്യൂഷൻ ഓഫ് ദ ഫേമുമാണ്. 18 ടൈംസ് ഇത് ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ രീതിയിൽ അതൊന്ന് പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ രണ്ടാമത്തെ ടോപ്പിക്കായിട്ട് വരുന്നത് വേരിയബിൾ ഗ്രോത്ത് അതുപോലെ തന്നെ ഡിവിഡൻഡ് വാല്യൂഷൻ ആണ്. 17 ടൈംസ് ആണ്. ഇതിന് മൾട്ടി സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഡിവിഡൻഡ് ഡിസിഷൻസിന്റെ മെത്തേഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ അത് ചെയ്തെഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വരുന്ന മൂന്നാമത്തെ ടോപ്പിക് ഗ്രോത്ത് ഇൻ ഡിവിഡൻഡ് ആൻഡ് ഡിവിഡൻസ് ആൻഡ് വാല്യൂഷൻ ആണ്. ഈ ഡിവിഡൻഡ് അതുപോലെ തന്നെ വാല്യൂഷന്റെ ഗ്രോത്തും കാര്യങ്ങളും വന്നിട്ട് 15 ടൈംസ് ആണ് നോർമൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് ഒരു ആൻസർ നമ്മൾ സെറ്റ് ആക്കി ഓൾറെഡി എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് കൺഫേം ചെയ്യാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. നോർമലി എക്സാം നമ്മൾ കാണുന്ന ഒരു പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എ ടൈപ്പ്, തിയറി തന്നെ എസ് എ ടൈപ്പും അതുപോലെ തന്നെ ഷോർട്ട് എസ് എ ടൈപ്പും ന്യൂമറിക്കൽ പ്രോബ്ലംസും ഷോർട്ട് നോട്ട്സും എക്സ്പ്ലനറി നോട്ട്സും അതുപോലെ തന്നെ MCQ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, കേസ് സ്റ്റഡീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നോർമലി നമ്മുടെ ഈ MCQ അതുപോലെ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും കേസ് സ്റ്റഡീസ് ഒന്നും നമുക്ക് ഇപ്പൊ കുറച്ചായിട്ട് അധികം ചോദിച്ചു കാണുന്നില്ല. ഓക്കെ, ഇനി എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് തിയറിക്കൊക്കെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വേണമെങ്കിൽ അതിന് ലോങ് ആൻസേഴ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും, അതല്ല എങ്കിൽ എയും ബിയും 2 പാർട്ടാക്കിയിട്ടായിരിക്കും 2 ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും 10 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഇനി അതല്ലെങ്കിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ NPV ഉണ്ട്, നെറ്റ് പ്രസന്റ് വാല്യൂ അല്ലെങ്കിൽ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, പിന്നെ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, ഏർണിംഗ് പെർ ഷെയർ, വാല്യൂഷന്, അതുപോലെ തന്നെ yield to മെച്യൂരിറ്റി, ക്യാഷ് ബഡ്ജറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ സംസ്, ഈ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ന്യൂമറിക്കൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഏരിയാസ് ആണ്. അപ്പൊ ഇതും തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഷോർട്ട് നോട്ട്സ് ചോദിക്കാം, അതേപോലെ തന്നെ എക്സ്പ്ലനേറ്ററി നോട്ട്സും നമുക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഷോർട്ട് നോട്ട്സ് ഒക്കെ ചോദിക്കാൻ ചിലപ്പോൾ 1, 2, 3 ഒക്കെ ആയിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ 2 തന്നിട്ട് 4 തന്നിട്ട് ഏതെങ്കിലും 2 എഴുതാനോ അല്ലെങ്കിൽ 6 തന്നിട്ട് ഏതെങ്കിലും 4 എഴുതാനൊക്കെ ആയിരിക്കും ഷോർട്ട് നോട്ട്സ് ഒക്കെ ചോദിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി നോട്ട്സ് ചോദിക്കുന്നുണ്ടാവുക കേട്ടോ. MCQ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അധികം ഇപ്പൊ ചോദിച്ച് കാണാറില്ല. ഓക്കെ, ഇനി ടിപ്പിക്കൽ മാർക്ക് ലെങ്ത് ആണ് നമ്മൾ പറയുന്നത്. എത്രത്തോളം നമ്മൾ ഇതിന് എഴുതണം എന്നുള്ളതാണ് നമ്മൾ ഇനി പറയുന്നത്. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തിയറിക്കൊക്കെ നമ്മൾ ചോദിക്കുന്നെങ്കിൽ ഒരു 16 മുതൽ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത് എങ്കിൽ ഒരു 220 മുതൽ ഒരു 350 വേർഡ്സ് എങ്കിലും നമ്മൾ എഴുതുന്നതിനകത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ പേജിന്റെ കണക്കൊന്നും പറയുന്നില്ല, കാരണം ഓരോരുത്തരുടെയും ഹാൻഡ് റൈറ്റിംഗ് വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഞാൻ പറയുന്ന പേജ് നമ്പർ ക്രമത്തിലായിരിക്കത്തില്ല ചിലപ്പോൾ നിങ്ങൾ എഴുതുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും എഴുതുന്ന ഒരു ലൈനിൽ എത്രത്തോളം വേർഡ്സ് വരുന്നുണ്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ എഴുതുന്ന ഒരു പേജിനകത്ത് ഏകദേശം എത്ര വേർഡ്സ് വരുന്നുണ്ട് നിങ്ങളൊന്ന് ആദ്യമേ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇപ്പൊ ഒരു പേജ് നിങ്ങൾ എഴുതുമ്പോൾ അതിനകത്ത് എത്ര വേർഡ്സ് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അത് വെച്ച് നിങ്ങൾക്ക് എത്രത്തോളം പേജ് എഴുതണം എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആ രൂപത്തിലൊന്ന് നിങ്ങളൊന്ന് പ്ലാൻ ചെയ്തിട്ട് തന്നെ എക്സാം ഹോളിലോട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമ്മളിവിടെ വേർഡ്സിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. ഒരു 16 മുതൽ 20 മാർക്ക് വരെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ ഒരു 220 മുതൽ ഒരു 350 വേർഡ്സ് എങ്കിലും നമ്മൾ എഴുതുന്ന ആൻസേഴ്സിനകത്ത് ഉണ്ടായിരിക്കണം കേട്ടോ. ഇനി അതേപോലെ തന്നെ 16 to 20 മാർക്കിനൊക്കെ ആണെങ്കിൽ നമുക്കൊരു 110 മുതൽ 150 വേർഡ്സിന് നമ്മളത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ചിലപ്പോൾ എയും ബിയും 2 ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിനകത്ത് നമ്മൾ എഴുതുന്ന സമയത്ത് എന്താണ് ആ ഒരു കൺസെപ്റ്റ്, അതും അതുപോലെ തന്നെ ക്ലിയർ അതൊരു ക്ലാരിറ്റിയിൽ എഴുതാനും ഇനി കമ്പാരിസൺ ആണെങ്കിൽ അത് കമ്പയർ ചെയ്ത് എഴുതാനും ഒരു സ്ട്രക്ചർഡ് ഫോർമാറ്റിൽ ഇത് പ്രസന്റ് ചെയ്യാനായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ചോദിക്കുന്നതിൽ 10 മുതൽ 20 മാർക്ക് വരേക്കുള്ള ചോദ്യങ്ങളാണ് വരുന്നത് എങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് അതിന് ഫോർമുലാസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്ത് എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴായിരിക്കും അതിന്റെ കമ്പ്യൂട്ടേഷൻ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് വൃത്തിയും അതേപോലെ തന്നെ നോക്കുന്നവർക്ക് നന്നായിട്ട് മാർക്ക് ഇടാനൊക്കെ തോന്നുള്ളൂ. അപ്പൊ ആ രീതിയിൽ അതൊന്ന് പ്ലാൻ ചെയ്തേക്കാം. ഇനി ഷോർട്ട് നോട്ട്സ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ എഴുതാൻ പറയുന്നുണ്ടാവുക. അപ്പൊ 10 മാർക്കിന് 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതല്ലെങ്കിൽ 5 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിരിക്കും പറയുന്നുണ്ടാവും. ഒരു 6 ടേം ഒക്കെ തന്നിട്ട് ഒരു 4 ടേം എഴുതാൻ പറയും. അപ്പൊ 5 മാർക്കായിരിക്കും ഒരെണ്ണത്തിന് വരുന്നുണ്ടാവുക. അപ്പൊ ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഷോർട്ട് നോട്ട്സ് എഴുതാനായിട്ട് വരാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന ഷോർട്ട് നോട്ട്സ് ആണെങ്കിൽ 80 to 120 വേർഡ്സ് എങ്കിലും നമ്മൾ അതിനകത്ത് ഓരോന്നിനകത്തും എഴുതിയിട്ടുണ്ടായിരിക്കണം. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. അപ്പൊ എഴുതുന്ന സമയത്ത് അതിനകത്ത് അതിന്റെ ഡെഫിനിഷനും അതിന്റെ ഫീച്ചേഴ്സും അതിന്റെ യൂസസും പ്രോസും കോൺസും ഒക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി MCQ ടൈപ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2023 ജൂൺ മുതൽ നമുക്ക് അധികം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. കുറെ ആയിട്ട് അത് ചോദിക്കുന്നില്ല കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ പറയുന്നത്. ഈ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തിയറിക്ക് വരുന്നത്
ഒരു ഏകദേശം ഒരു 80% നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ആവറേജ് വെയിറ്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് 80% തന്നെയാണ് എസ് എ ടൈപ്പിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. 80% എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അതേപോലെ തന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസിലോട്ട് പോകുന്ന സമയത്ത് 12% ക്വസ്റ്റ്യൻസ് നമുക്ക് ന്യൂമറിക്കലി എന്തായാലും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ടതാണ്. പിന്നെ നമ്മൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് ഇപ്പൊ NPV ഒക്കെ ചോദിച്ചെങ്കിൽ അത് റിജക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാനോ ഒക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവും. അപ്പൊ ആൻസർ എഴുതി കഴിയുന്ന സമയത്ത് ക്വസ്റ്റ്യൻ വൈസ് കാൽക്കുലേഷൻസ് കഴിയുന്ന സമയത്ത് അത് ആക്സെപ്റ്റ് ആണോ റിജക്ട് ആണോ കൂടെ ചേർത്ത് എഴുതി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഈ ഷോർട്ട് നോട്ട്സിലോട്ടൊക്കെ വരുന്ന സമയത്ത് ഒരു 8% നമുക്ക് ഷോർട്ട് നോട്ട്സ് ഒക്കെ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഏതെങ്കിലും 2 എഴുതാനോ അല്ലെങ്കിൽ 4 എഴുതാനോ ഒക്കെ നേരിട്ട് ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ അതിനനുസരിച്ച് എത്രയാണോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. എഴുതുന്ന സമയത്ത് ഡെഫിനേഷൻസും ഫീച്ചേഴ്സും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ലിമിറ്റേഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ MCQ അധികം നമുക്ക് ചോദിച്ച് കാണാറുമില്ല. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ് നമ്മൾ പറയുന്നത്. അത് ബ്ലോക്ക് വൈസും അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് മാർക്ക് വരുന്നത് എന്നുള്ളതും കൂടെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നോർമലി ഇപ്പൊ കണ്ടുവരുന്ന ഒരു സ്ട്രക്ചർ വിസിറ്റ് ആണെങ്കിൽ ഒന്നാമത്തെ ബ്ലോക്ക് ഇൻട്രഡക്ഷൻ ടൈം വാല്യൂ ഓഫ് മണി എന്നുള്ള ആ ഒരു ഒന്നാമത്തെ ബ്ലോക്കിൽ നിന്ന് ഒരു 7.9% ആണ് നമുക്ക് ടോട്ടൽ അറിയാലോ 100 മാർക്സിലോട്ടായിരിക്കും നമ്മൾ എക്സാം എഴുതുന്നുണ്ടാവുക. അപ്പൊ അതിലൊരു 7.9% ആണ് നമുക്ക് ഇതിനകത്ത് നിന്ന് വരാനുള്ള ചാൻസ് ഉള്ളത്, ഒന്നാമത്തെ ബ്ലോക്കിൽ നിന്ന് വരാനുള്ള ചാൻസ് ഉള്ളത്. അത് ഇതുവരെയുള്ള ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരാനുള്ള ചാൻസ് അല്ല കേട്ടോ, വന്നിട്ടുള്ളത് മാർക്ക് വന്നിട്ടുള്ളത് ഇതുവരെയുള്ള എക്സാം പാറ്റേൺ അനലൈസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ പറയുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തെ ബ്ലോക്ക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് 11.2% ക്വസ്റ്റ്യൻ ആണ് ഇതുവരെ ചോദിച്ചു കണ്ടുള്ളത്. ബ്ലോക്ക് 3 പോകുന്ന സമയത്ത് ഫിനാൻസ് ആൻഡ് ഡിസിഷൻ എന്നൊരു 20.9% ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. മാർക്സിനുള്ളതാണ് പറയുന്നത് കേട്ടോ. ഇനി ബ്ലോക്ക് 4 നിന്ന് പറയുന്ന സമയത്ത് ഡിവിഡൻഡ് ഡിസിഷൻ ആണ്. അതിനകത്ത് 6.6% മാർക്സ് ആണ് ഇരുന്ന് ചോദിച്ചിട്ടുള്ളത്. ഇനി അഞ്ചാമത്തെ ബ്ലോക്കിലോട്ട് പോകുന്ന സമയത്ത് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്, അതിൽ 15.1% ആണ് വന്നിട്ടുള്ളത്. പിന്നെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒരു 38.3% ചോദിച്ചു കണ്ടിട്ടുള്ളത്. അത് ടോപ്പിക് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുക. പർട്ടിക്കുലർ ഇന്ന ബ്ലോക്ക് നമുക്ക് പറയാൻ പറ്റില്ല, 1-2 ബ്ലോക്ക് ഇങ്ങനെ മിങ്കിൾ ചെയ്തൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്, ജനറലി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് 38.3% ക്വസ്റ്റ്യൻസും ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ക്വസ്റ്റ്യൻ വരുന്ന ഒരു പാറ്റേണിന്റെ ഒരു നമുക്കൊരു ഗ്രാഫാണ് തന്നിട്ടുള്ളത്, ഒരു വിഷ്വൽ ഫോർമാറ്റ് ആണ് തന്നിട്ടുള്ളത്. അതിന്റെ ട്രെൻഡ് എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഓരോ ക്വസ്റ്റ്യൻ എല്ലാം എങ്ങനെ വന്നു എന്നുള്ളത് കേട്ടോ. ജൂൺ 23, ഡിസംബർ 23, അതുപോലെ തന്നെ ജൂൺ 24, ഡിസംബർ 24, ജൂൺ 25 വരെയുള്ള ഒരു പാറ്റേൺ ആണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പാറ്റേൺ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. ഈ ന്യൂമറിക്കൽ ബ്രീഫ് പീക്ക് വരുന്ന സമയത്ത് ഒരു ജൂൺ 2024 25% നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രതീക്ഷിക്കാം, ഇനിയുള്ള ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പ്രോബ്ലം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യരുത്, നോക്കിയിട്ട് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് എന്തായാലും നോക്കിയിട്ട് തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഷോർട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ 12.5% നമുക്ക് ജൂൺ 25 ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ട്. പിന്നെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒരു 65-90% നമുക്ക് എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്, എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് പ്രിപ്പറേഷന്റെ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമുക്ക് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് തന്നെ നോക്കുക. 80%-ഉം നമുക്ക് ഒരു 12% ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ടൈമും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ അലോക്കേറ്റ് ചെയ്തിട്ട് തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ടോട്ടൽ നമുക്ക് 145 മിനിറ്റ്സ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പൊ അതിനകത്ത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാനായിട്ട് ഒരു 29 മിനിറ്റ് ഒക്കെ മാക്സിമം ഒരു 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ എഴുതാനൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു 14 to 15 മിനിറ്റ്സ് ഒക്കെ നമുക്കൊരു ഈ 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാനായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ വരുന്ന സമയത്ത് ഒരു 22 മിനിറ്റ്സ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് അതിനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ആൻസേഴ്സ് എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലേ നമുക്കത് കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ. ഷോർട്ട് നോട്ട് ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു 6 to 7 മിനിറ്റ്സ് ഒക്കെ കൊണ്ട് തന്നെ ആൻസർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് 10 മാർക്കിൻ്റെതാണെങ്കിലാണ് ഈ 6 to 7 മിനിറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഷോർട്ട് നോട്ട്സ് വരുന്നെങ്കിൽ അതിലും കുറച്ച് ടൈം എടുത്തിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഈ രീതിയിലൊക്കെ നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ ആ ഒരു എക്സാം എഴുതി തീർക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ലാസ്റ്റ് വരുന്ന ഒരു 5 to 8 മിനിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഫൈനൽ ചെക്കപ്പിനുള്ള ഒരു ടൈമാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഏതെങ്കിലും എഴുതാതെ പോയിട്ടുണ്ടോ, അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഫോർമുലാസ് മിസ്സായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് എഴുതിയിട്ട് മിസ്സായിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ടൈം നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പൊ ഈ രീതിയിൽ തന്നെ എക്സാം എഴുതുന്നുണ്ട് എന്നുള്ളതൊന്ന് ഉറപ്പുവരുത്താം.
വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അത് ബ്ലോക്കും യൂണിറ്റും ടോപ്പിക് വൈസ് നമ്മളിവിടെ ഇതിന്റെ പറയുന്നുണ്ട് കേട്ടോ, റിപ്പീറ്റഡ്ലി വരുന്നത് ഏതാന്നുള്ളത്. അപ്പൊ അതിൽ ആദ്യം വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ്, റിപ്പീറ്റഡ്ലി വരുന്ന 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ വാട്ട് ഈസ് കമ്പൈൻഡ് ലിവറേജ്, ഹൗ ഈസ് ഇറ്റ് കാൽക്കുലേറ്റ്, ഇന്റർപ്രറ്റ് റിസൾട്ട്. അപ്പിയറൻസ് എന്ന് പറയുന്നത് 9 ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. കമ്പൈൻഡ് ലിവറേജ് എന്താണെന്നുള്ളതും എങ്ങനെ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതും, അതേപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ ഇത് എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ റിസൾട്ട് പറയാറുള്ളത്, എങ്ങനെ നമ്മൾ ഇത് ഇന്റർപ്രറ്റ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് മീൻ ബൈ ക്യാപിറ്റൽ ബജറ്റിംഗ് എന്താന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടന്റ്, എന്തുകൊണ്ട് ക്യാപിറ്റൽ ബജറ്റിംഗ് ഇമ്പോർട്ടന്റ് ആയി എന്നുള്ളത്. അതിന്റെ മെത്തേഡ്സും സ്റ്റെപ്പൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. 7 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് ഡിഫൈൻ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ ബേസ് ഓൺ വിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ക്ലാസിഫൈഡ്. അപ്പൊ എന്തിന്റെ ബേസിലാണ് നമ്മളിത് ഈ വർക്കിംഗ് ക്യാപിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാറുള്ളത്. 6 ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വെയിറ്റ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതിന്റെ കമ്പ്യൂട്ടേഷനും അതിന്റെ എക്സ്പ്ലനേഷനും ചോദിച്ചിട്ടുണ്ട് 5 മാർക്സിന്. 5 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് റൈറ്റ് എക്സ്പ്ലനറി നോട്ട്സ് ഓൺ എനി ടു ഫാക്ടറിങ്, ജിറ്റ്, ജസ്റ്റ് ഇൻ ടൈം ആണ് ജിറ്റ്, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ, ടു മെച്യൂരിറ്റി. ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 5 ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ടെക്നിക്സ് ഓഫ് ഇൻവെന്ററി മാനേജ്മെന്റ്. ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക്സ്, നമ്മുടെ എക്കണോമിക് ഓർഡർ, ക്വാണ്ടിറ്റി ഓർഡർ ലെവലിൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ 4 ടൈംസ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ ആണ്. അതിന്റെ മീനിങ്ങും അസംഷൻസും അതിന്റെ യൂസസും ആണ് ചോദിച്ചിട്ടുള്ളത്. 3 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വാൾട്ടേഴ്സ് ഡിവിഡൻഡ് വാല്യുവേഷൻ മോഡൽ ഡിറൈവ്സ് ഇന്റർപ്രറ്റ്. നമ്മുടെ വാൾട്ടേഴ്സ് ഡിവിഡൻഡ് വാല്യുവേഷൻ മോഡൽ എന്താണെന്നുള്ളത് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. 2 ടൈംസ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഫാക്ടറിങ് കൺസെപ്റ്റ്, അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്. ഫാക്ടറിങ്ങിന്റെ കൺസെപ്റ്റ് എന്താണ്, ആ കൺസെപ്റ്റ് എന്നുള്ളതും അതിന്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ അതിന്റെ ലിമിറ്റേഷൻസും 2 ടൈംസ് ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. നെക്സ്റ്റ് മോട്ടീവ് ഓഫ് ക്യാഷ് മാനേജ്മെന്റ്, ക്യാഷ് ബഡ്ജറ്റ് എസെൻഷ്യൽസ്. നമ്മുടെ ക്യാഷ് മാനേജ്മെന്റിന്റെ മോട്ടീവും അതുപോലെ തന്നെ ക്യാഷ് ബഡ്ജറ്റിന്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണെന്നുള്ളത് 2 ടൈംസ് ചോദിച്ചു കണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നന്നായിട്ട് തന്നെ ഈ ഇത്രയും പോർഷൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഫ്രീക്വൻസി ടേബിൾ ആണ് നമ്മൾ പറയുന്നത്. അത് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസും പറയുന്നുണ്ട്. എത്ര തവണ ഇത് അപ്പിയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ എന്നും, അതേപോലെ തന്നെ എത്ര മാർക്കിനൊക്കെയാണ്, ഒരു ആവറേജ് എത്ര മാർക്കിന് ആണ് ചോദിച്ചിട്ടുള്ളതെന്നും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ആദ്യം തന്നെ പറയുന്നത് വാട്ട് ഈസ് കമ്പൈൻഡ് ലിവറേജ്, എന്താണ് കമ്പൈൻഡ് ലിവറേജ്, അതുപോലെ തന്നെ ഹൗ ഈസ് ഇറ്റ് കാൽക്കുലേറ്റഡ്, വാട്ട് ഈസ് ദ ലിവറേജ്. അപ്പൊ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നും കൂടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നമുക്ക് എക്സാമ്പിളൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അത് മൂന്നാമത്തെ ബ്ലോക്കിലെ ഫിനാൻസിങ് ഡിസിഷൻ എന്നുള്ള രണ്ടാമത്തെ യൂണിറ്റ് നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. 9 ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 14.4% ആണ് ഇതിന്റെ ആവറേജ് മാർക്സ് വരുന്നത്. നെക്സ്റ്റ് വാട്ട് ഈസ് മീൻ ബൈ ക്യാപിറ്റൽ ബജറ്റിംഗ്, വൈ ഈസ് ഇറ്റ് സിഗ്നിഫിക്കന്റ്. ക്യാപിറ്റൽ ബജറ്റിംഗ് എന്താണെന്നും അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കന്റ് എന്നുള്ളതും കൂടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ബ്ലോക്കിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 7 ടൈംസ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. 14.3 മാർക്കാണ് ഇതിന് നമുക്ക് ആവറേജ് മാർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഡിഫൈൻ വർക്കിംഗ് ക്യാപിറ്റൽ, എക്സ്പ്ലെയിൻ ദ ബേസ് ഓൺ വിച്ച് ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ്. വർക്കിംഗ് ക്യാപിറ്റൽ ഡിഫൈൻ ചെയ്യാനാണ്, അതേപോലെ തന്നെ അതിന്റെ ബേസ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ക്ലാസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നോക്കണം നമ്മൾ. വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ള 5ാമത്തെ ബ്ലോക്കിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. 5 ടൈംസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. 16 മാർക്സ് ആണ് ഇതിന് ആവറേജ് മാർക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് നമ്മുടെ 3ാമത്തെ ബ്ലോക്കിലെ ഫിനാൻഷ്യൽ ഡിസിഷൻ എന്നുള്ള ഒരു ടോപ്പിക് ആണ്. 5 ടൈംസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. 12 മാർക്സ് ആണ് ഇതിന് ആവറേജ് മാർക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് റൈറ്റ് എക്സ്പ്ലനറ്ററി നോട്ട്സ് ഓൺ എനി 2 ഓഫ് ദ ഫോളോയിങ്. അത് ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഏതൊരു ടോപ്പിക് ആണെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എവിടെ എന്താണ് നോട്ട്സ് വരിക നമുക്ക് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു 2 ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് എഴുതാനോ ആയിരിക്കും പറയുന്നുണ്ടാവുക. 4 ടൈംസ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. ഏകദേശം 10 മാർക്സിനൊക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലനറ്ററി നോട്ട്സിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടെക്നിക്സ് ഓഫ് ഇൻവെന്ററി മാനേജ്മെന്റ് ആണ്. അത് ബ്ലോക്ക് 5ൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ള
ബ്ലോക്ക് 5 എന്നാണ് വരുന്നത്. 3 ടൈംസ് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 13.3 മാർക്കാണ് ഇതിന് നമ്മൾ ആവറേജ് മാർക്സ് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ ആണ്. ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ വന്നിട്ടുള്ളത്. 3 ടൈംസ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ട് 10 മാർക്സ് ആണ് ഇതിന്റെ ആവറേജ് മാർക്സ് വരുന്നത്. നെക്സ്റ്റ് ഡിസ്കസ് വാൾട്ടേഴ്സ് ഡിവിഡൻഡ് വാല്യൂഷൻ മോഡൽ. വാൾട്ടേഴ്സിന്റെ ഡിവിഡൻഡ് വാല്യൂഷൻ മോഡൽ ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിവിഡൻഡ് ഡിസിഷൻസിൽ നിന്നുള്ള 4th ബ്ലോക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 ടൈംസ് ആണ് ഈ ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുള്ളത്. ആവറേജ് മാർക്സ് 20 മാർക്സ് ആണ്. നെക്സ്റ്റ് ഫാക്ടറിംഗ് ആണ്. നമ്മുടെ 5ാമത്തെ ബ്ലോക്ക് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലാണ് ഫാക്ടറിംഗ് വരുന്നത്. അതിനകത്ത് ഒരു 10 മാർക്സിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2 ടൈംസ് ആണ് ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ആവറേജ് മാർക്സ് 10 മാർക്സ് ആണ്. നെക്സ്റ്റ് മോട്ടീവ്സ് ഓഫ് ക്യാഷ് മാനേജ്മെന്റ്. ക്യാഷ് മാനേജ്മെന്റ് മോട്ടീവ്സ് ആണ് പറയുന്നത്. 5ാമത്തെ ബ്ലോക്കിൽ നിന്നുള്ള വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ള ബ്ലോക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 ടൈംസ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 10 മാർക്സ് ആണ് ആവറേജ് മാർക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ഒരു അഡ്വൈസ് ആണ്, നമ്മുടെ അഡ്വൈസിംഗ് പാനലിന്റെ ഒരു അഡ്വൈസ് ആണ് നമ്മൾ പറയുന്നത്. എപ്പോഴും നമ്മൾ എക്സാം പഠിക്കുന്ന സമയത്ത് നമ്മളൊരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു 5 മിനിറ്റ്സ് നമ്മൾ ഒരു ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു ടൈം നമ്മൾ കൊടുക്കണം. ക്വസ്റ്റ്യൻ വായിച്ച ഉടനെ ആൻസർ എഴുതാതെ ആദ്യം നമുക്ക് ഇത് എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും എന്നുള്ളത് മനസ്സിൽ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇത് പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്കൊരു 5 മിനിറ്റ്സ് നമുക്ക് ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യാനും ബാക്കി 12 മിനിറ്റ്സ് നമുക്ക് എഴുതിയെടുക്കാനും സാധിക്കും. അപ്പൊ ഈ രൂപത്തിൽ തന്നെ എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എഴുതുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഫോർമുലാസും സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ എഴുതുക. ഇപ്പൊ EBIT അതുപോലെ തന്നെ EPS തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, നെറ്റ് പ്രസന്റ് വാല്യൂ ഒക്കെ വരുന്ന സമയത്ത് അത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ 2 ടൈംസ് എങ്കിലും നമ്മളിത് എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഒരു ദിവസം നമ്മൾ എടുത്ത് പഠിച്ചു എഴുതി അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം തന്നെ എടുക്കുക. അതൊരു 48 അവേഴ്സ് കഴിയുമ്പോൾ ഒന്നുകൂടെ നമ്മൾ അതൊന്ന് റിവൈസ് ചെയ്യുക. അപ്പൊ ഒന്നുകൂടെ നമുക്ക് നന്നായിട്ട് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫോർമുലാസും കാര്യങ്ങളും അസംഷൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ എഴുതുമ്പോഴായിരിക്കും നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവുക. പിന്നെ നമ്മൾ ഈ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യത്തിന്റെ ഒരു വിഷ്വലൈസേഷൻ ആണ് ഈ തന്നിട്ടുള്ളത്. അപ്പൊ ഓരോ ടോപ്പിക്കും ഏകദേശം എത്ര പെർസെന്റേജ് ആണ്, എത്ര മാർക്സിന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഈ തന്നിട്ടുള്ളത്. ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ലിവറേജ് ആണ് 21.4% ആണ് വരുന്നത്. ക്യാഷ് മാനേജ്മെന്റ് ആണെങ്കിൽ 4.8% ആണ്. റിസീവബിൾസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് പോളിസി 4.8% ആണ്. ഡിവിഡൻഡ് തിയറീസ് വരുന്ന സമയത്ത് 4.8% ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ വരുന്ന സമയത്ത് 11.9% ആണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് വരുന്ന സമയത്ത് 16.7% ആണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരുന്ന സമയത്ത് 11.9% ആണ്. എക്സ്പ്ലനറ്ററി നോട്ട്സ് ചോദിക്കാൻ ഒരു 9.5% വരാൻ ചാൻസ് ഉണ്ട്. ഇൻവെന്ററി മാനേജ്മെന്റ് 7.1%. അതുപോലെ തന്നെ നമ്മുടെ റിസ്ക് ആൻഡ് റിട്ടേണും 7.1% ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ഏരിയാസ് ആണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ് നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും അതിന്റെ പ്രോബിലിറ്റി അതുപോലെ തന്നെ ഏത് കാറ്റഗറിയിലാണ് നമ്മൾ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഇന്നത്തെ ഇൻക്ലൂഡ് ആണ് കേട്ടോ. അപ്പോൾ പ്രോബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് ഇനി ചോദിക്കാൻ ചാൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 1ാമത്തെ ബ്ലോക്ക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആൻഡ് ടൈം വാല്യൂ ഓഫ് മണിയിലെ 1ാമത്തെ യൂണിറ്റിലെ നമ്മുടെ ബേസിക്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതിന്റെ ഒബ്ജക്റ്റീവ്, റോള്, റിസ്ക്, റിട്ടേൺ തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇത് 100% ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൈ റെലവൻസ് അല്ലെങ്കിൽ ഹൈ കാറ്റഗറിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ 1ാമത്തെ ബ്ലോക്കിൽ നിന്നുള്ള 2ാമത്തെ യൂണിറ്റിൽ ടൈം വാല്യൂ ഓഫ് മണി, പ്രസന്റ് വാല്യൂ അല്ലെങ്കിൽ ഫ്യൂച്ചർ വാല്യൂ, ആനുറ്റി, ഇൻട്രസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒരു 50% ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മീഡിയം കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ബ്ലോക്ക് 2 പോകുന്ന സമയത്ത്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിലോട്ട് പോകുന്ന സമയത്ത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, അത് NPV, IRR, PI, പേ ബാക്ക് തുടങ്ങിയിട്ടുള്ള ഏരിയാസ് 100% ചോദിക്കാൻ ചാൻസ് ഇനിയുമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഹൈ കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതിലെ 2ാമത്തെ ബ്ലോക്കിലെ 2ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ അല്ലെങ്കിൽ റിസ്ക് ആൻഡ് റിട്ടേൺ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ 50% ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മീഡിയം കാറ്റഗറി ക്വസ്റ്റ്യൻസിലാണ് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ 3ാമത്തെ ബ്ലോക്ക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഡിസിഷൻ ക്യാപിറ്റൽ സ്ട്രക്ചർ, അതാണ് ലിവറേജ് എന്നുള്ള ഒരു ഏരിയ. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സും അതുപോലെ ഏർണിംഗ് പെർ ഷെയറും, നെറ്റ് ഇൻകം, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം, മോഡിഗിലാൻ ആൻഡ് മില്ലർ അപ്രോച്ച് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ 100% ചോദിക്കാൻ ഇനിയും ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഹൈ കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്നത്. ഇനി 3ാമത്തെ ബ്ലോക്കിൽ നിന്ന് തന്നെയുള്ള നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് തുടങ്ങിയിട്ടുള്ള ഡോക്യുമെന്റ് ഒരു 83.3% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഹൈ കാറ്റഗറി ക്വസ്റ്റ്യൻസിലാണ് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി ബ്ലോക്ക് 3യിൽ നിന്ന് തന്നെ ഡിബഞ്ചേഴ്സും ബോൺസും അതുപോലെ നീഡ് ടു മെച്ചൂരിറ്റി, ലീസിംഗ് തുടങ്ങിയിട്ടുള്ള ഒരു ടോപ്പിക് 66.7% ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മീഡിയം കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആണ് ഈ വരുന്നത്. ഇനി ബ്ലോക്ക് 4 ആയിട്ടുള്ള ഡിവിഡൻഡ് ഡിസിഷൻസിനകത്തുനിന്ന്
ഡിവിഡൻഡ് തിയറീസ്, അതുപോലെ തന്നെ ഡിവിഡൻഡ് തിയറീസിൽ തന്നെ വാൾട്ടേഴ്സിന്റെയും ഗോർഡന്റെയും മോഡിഗ്ലാനിയും മില്ലറിന്റെയും ഒക്കെ അപ്രോച്ചുകൾ ഉണ്ട്. അതേപോലെ തന്നെ സിഗ്നലിംഗ് ടാക്സ്, റെസിജ്വൽ, അതുപോലെ തന്നെ ക്ലയന്റിനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ 16.7% ചോദിക്കാൻ ഇനിയും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 16.7 ആയതുകൊണ്ട് തന്നെ ഒരു ലോ കാറ്റഗറിയിലാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 4 നിന്നുള്ള ഡിവിഡൻഡ് പ്രാക്ടീസ്, അതിനകത്ത് ക്യാഷും ബോണസും സ്റ്റോക്കും സ്ലിപ്പും പേ ബാക്കും തുടങ്ങുന്ന ഈ ഒരു ടോപ്പിക്ക്, ഇതങ്ങനെ ഈ 3 ഏരിയാസ് അധികം ചോദിച്ച് കാണാത്ത ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ലോ ആണ് ഇതിന്റെ കാറ്റഗറി. 0% ആണ് നമ്മൾ ഇതിനെ പ്രതീക്ഷിക്കുന്നത്. ക്വസ്റ്റ്യൻ വരാൻ അധികം ചാൻസ് ഇല്ലാത്ത ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ കേട്ടോ. നെക്സ്റ്റ് 4ാമത്തെ ബ്ലോക്ക് ആയിട്ടുള്ള വാലുവേഷൻ ബൈ ഡിവിഡൻഡ്, അത് നമ്മുടെ ഡിവിഡൻഡ് ഡിസിഷൻ മോഡലും അതുപോലെ തന്നെ അതിന്റെ വേരിയബിൾ ഗ്രോത്തും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതും തന്നെ അധികം ചോദിച്ച് കാണാത്ത ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ലോ കാറ്റഗറി ക്വസ്റ്റ്യൻസിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ ബ്ലോക്ക് 5 നിന്നുള്ള വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റ്സ്, അതുപോലെ തന്നെ അതിന്റെ എസ്റ്റിമേഷൻസും 100% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്, ഹൈ കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ബ്ലോക്ക് 5 നിന്നുള്ള ക്യാഷ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ ക്യാഷ് ബഡ്ജറ്റ് 83.3% ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹൈ കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ്. ഇനി ബ്ലോക്ക് 5 നിന്നുള്ള ഇൻവെന്ററി മാനേജ്മെന്റ്, അത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, ജസ്റ്റ് ഇൻ ടൈം, അതിന്റെ സ്റ്റോക്കിന്റെ ലെവൽസ്, അതുപോലെ തന്നെ വാല്യുവേഷൻ തുടങ്ങിയിട്ടുള്ള ഒരു ഏരിയ 66.7% പ്രോബിലിറ്റി ഉണ്ട് ചോദിക്കാനായിട്ട്. ഇനി മീഡിയം കാറ്റഗറിയിലാണ് അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി ബ്ലോക്ക് 5 നിന്നുള്ള റിസീവബിൾസ് ആൻഡ് ക്രെഡിറ്റ് പോളിസി, അപ്പോൾ ഇതിൽ നിന്നുള്ള ഈ ഫാക്ടറിങ്ങും അതുപോലെ തന്നെ ക്രെഡിറ്റ് റേറ്റിംഗും തുടങ്ങിയിട്ടുള്ളൊക്കെ കാര്യങ്ങള് ഇതും തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. എന്നാലും ഒരു ലോവർ ലെവൽസിൽ വരുന്ന ഒരു ഏരിയ ആണ്. 33.3% ഇത് ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉള്ളൂ. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിന്റെ പ്രയോറിറ്റിയും കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. നെക്സ്റ്റ് ഇനി പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് ആണ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത്? ഹൈ പ്രയോറിറ്റി ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഹൈ കാറ്റഗറി ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സമയത്ത് ഒരു 70%ന്റെ മുകളിൽ ചോദിക്കാൻ ചാൻസ് വരുമ്പോഴാണ് നമ്മൾ ഇതിന്റെ ഹൈ പ്രയോറിറ്റിയിലോട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് 40 to 69% വരാൻ ചാൻസ് ഉള്ളപ്പോഴാണ് നമ്മൾ ഇതിനെ മീഡിയം കാറ്റഗറിയിലോട്ട് ഉൾക്കൊള്ളിക്കുന്നത്. അതേപോലെ ബിലോ 40% ആണെങ്കിലാണ് ഇതിനെ നമ്മൾ ലോ കാറ്റഗറി ക്വസ്റ്റ്യനിലോട്ടും മാറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോന്നും എത്രത്തോളം എഴുതണം എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓരോ മാർക്കിനനുസരിച്ച് എത്രത്തോളം എഴുതേണ്ടി വരും എന്നുള്ളത്. അത് അതേപോലെ തന്നെ മാക്സിമം നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിന്റെ ഒരു വിഷ്വൽ ഇൻഡിക്കേറ്റർ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓരോ ടോപ്പിക്കും എത്രത്തോളം ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള നമ്മൾ ആ ഒരു പറഞ്ഞിട്ടുള്ള ടേബിളിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് വിഷ്വലൈസേഷൻ ആയിട്ട് എടുത്തിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടോപ്പിക്ക് പറഞ്ഞതിനോട് കൂടെ തന്നെ നമുക്ക് ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു ഇനി വരാൻ പോകുന്ന നമ്മുടെ ഡിസംബർ 2025 ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഏത് രൂപത്തിലാണ് വരാൻ ചാൻസ് എന്ന് ഇതുവരെ കഴിഞ്ഞിട്ടുള്ള എക്സാമിന്റെ ട്രെൻഡും പാറ്റേണും വെച്ചിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇനി നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയായിരിക്കും, 3 മണിക്കൂറിന്റെ ഒരു പേപ്പർ ആണ്. 100 മാർക്കിനാണ് നമുക്ക് എക്സാം വരുന്നുണ്ടാവുക. അപ്പോ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. അതിനകത്ത് ഏതെങ്കിലും ഒരു 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എടുത്ത് എഴുതേണ്ടതായിട്ട് വരിക. അപ്പൊ അങ്ങനെ ഒരു ഫോർമാറ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ട്രേസ് ദ ഇവല്യൂഷൻ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആസ് ആൻ അക്കാദമിക് ആൻഡ് പ്രൊഫഷണൽ ഡിസിപ്ലിൻ. ഷുഡ് ദ പ്രൈമറി ഗോൾ ബി പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഓർ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് മാക്സിമൈസേഷൻ? ജസ്റ്റിഫൈ വിത്ത് 2 ആർഗ്യുമെന്റ്സ് ഈച്ച്. ഇതിന്റെ ഒരു മാർക്കിന്റെ പാറ്റേൺ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ഇവല്യൂഷൻ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് പ്രോഫിറ്റ് മാക്സിമൈസേഷനും അതിന്റെ വെൽത്ത് മാക്സിമൈസേഷനും, ഇത് നമ്മൾ ആ ഒരു ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇത് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ബേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ 100% ഇനിയും ചോദിക്കാൻ ചാൻസും പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് ഒന്ന് എൻഷുർ ചെയ്യുക. അപ്പൊ എന്താണ് എന്നുള്ളതും ഇതിനെ എങ്ങനെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാം എന്നുള്ളതും നിങ്ങളുടെ ഒരു ആർഗ്യുമെന്റ്സോട് കൂടി തന്നെ ഏതാണ് പ്രൈമറി ഗോൾ ആയിട്ട് നിങ്ങൾ ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത് ജസ്റ്റിഫൈ ചെയ്തിട്ട് വേണം നിങ്ങൾ ആൻസർ കൊടുക്കാനായിട്ട്. അപ്പൊ ആദ്യത്തെ ഒരു ക്വസ്റ്റിന് 2 മാർക്കും പിന്നെ വരുന്നതിന് 8 മാർക്കും ലാസ്റ്റത്തെ നിങ്ങൾ ജസ്റ്റിഫിക്കേഷൻ 10 മാർക്കും. ഇങ്ങനെയാണ് ഈ ഒന്നാമത്തെ ക്വസ്റ്റിന് 20 മാർക്ക് അലോക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഡിസിഷൻ റെലവൻസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസിങ്. അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഫിനാൻസിങ് ഡിസിഷൻ എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നത്.
അതിന് രണ്ട് ക്വസ്റ്റ്യൻ, ആ എ ക്വസ്റ്റ്യൻ തന്നെ രണ്ടെണ്ണം വന്നു. അത് ഒന്നിന് 2 മാർക്കും മറ്റൊന്നിന് 6 മാർക്കുമാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലെ ബി പാർട്ട് ക്വസ്റ്റ്യൻ വന്നത് എ ഫോം റിപ്പോർട്ട് സെയിൽ ഓഫ് റുപ്പീസ് 24 lakh, വേരിയബിൾ കോസ്റ്റ് റുപ്പീസ് 60% ഓഫ് സെയിൽസ്, ഫിക്സഡ് കോസ്റ്റ് റുപ്പീസ് 6 lakh ആൻഡ് 10% ഡെപ്റ്റ് ഓഫ് റുപ്പീസ് 12 lakh. കമ്പ്യൂട്ട് ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ് ആൻഡ് കമ്പൈൻഡ് ലിവറേജ് അറ്റ് പ്രസന്റ് ലെവൽ ഓഫ് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. നമുക്ക് പ്രസന്റ് ലെവലുള്ള EBIT വെച്ചിട്ടാണ് നമ്മളോട് ലിവറേജും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലിവറേജും ഓപ്പറേറ്റിംഗ് ലിവറേജും കമ്പയർഡ് ലിവറേജും കാണാൻ പറഞ്ഞിട്ടുള്ളത്. വാല്യൂസ് ഒക്കെ അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ഒരു എ പാർട്ട് ക്വസ്റ്റ്യൻസിന് 8 മാർക്കായിരുന്നു എങ്കിൽ ബി പാർട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് 12 മാർക്കാണ് കിട്ടുന്നത് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എ കമ്പനി മസ്റ്റ് ചൂസ് വൺ ഓഫ് 2 മെഷീൻസ്, ഡീറ്റെയിൽസ് ആർ ആസ് അണ്ടർ. നോ സാൾവേജ് വാല്യൂ, ഇഗ്നോർ പ്രിസിഷൻ. പ്രിസിഷൻ ഇല്ല, സാൾവേജ് വാല്യൂ ഇവിടെ നമുക്ക് ഇല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. മെഷീൻ എയും മെഷീൻ ബിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. മെഷീൻ എയിലോട്ട് വരുന്ന സമയത്ത് കോസ്റ്റ് ആയിട്ട് 4,50,000 ഉണ്ട്. ആഫ്റ്റർ ടാക്സിന്റെ ക്യാഷ് ഫ്ലോ ആണെങ്കിൽ ഒന്നാമത്തെ വർഷത്തിൽ 2,20,000 വരുന്നുണ്ട്. രണ്ടാമത്തെ വർഷത്തിൽ 2 ലക്ഷമാണ് വരുന്നത്. മൂന്നാമത്തെ വർഷത്തിൽ 1,80,000 ആണ് വരുന്നത്. ഇനി രണ്ടാമത്തെ മെഷീനിലോട്ട് പോകുന്ന സമയത്ത് അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 4,20,000 ആയിരുന്നു. ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇയറിൽ 1,80,000 വരുന്നുണ്ട്. രണ്ടാമത്തെ വർഷത്തിൽ 1,80,000 വരുന്നുണ്ട്. മൂന്നാമത്തെ വർഷത്തിലും 1,80,000 വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു വാല്യൂ വെച്ചിട്ട് നിങ്ങൾ അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. ഇതിനും 20 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത് കേട്ടോ. ഇതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസും കൂടെ താഴെ തന്നിട്ടുണ്ട്. യൂസിങ് 10% ഡിസ്കൗണ്ട് റേറ്റ്, PV ഓഫ് ₹1 അറ്റ് 10% ഫോർ ഇയേഴ്സ് 1 to 3. നമ്മുടെ PV ഫാക്ടർ, പ്രസന്റ് വാല്യൂ ഫാക്ടർ ഓൾറെഡി നമുക്ക് ടേബിളിൽ നോക്കി നമ്മൾ കണ്ടെത്തുന്ന വാല്യൂസ് ആണ്. അത് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 0.909, 0.826, 0.751 എന്നുള്ളത്. ഇത് വെച്ചിട്ട് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മതി. നെക്സ്റ്റ് അതിലൊരു ക്വസ്റ്റ്യൻ കൂടെ പറയുന്നുണ്ട്. പേബാക്ക് പീരീഡ് ഫോർ ദ ഈച്ച് മെഷീൻ ആൻഡ് നെറ്റ് പ്രസന്റ് വാല്യൂ ഫോർ ഈച്ച് മെഷീൻ, വിച്ച് മെഷീൻ ഈസ് പ്രിഫറബിൾ. അതിന്റെ നെറ്റ് പ്രസന്റ് കണ്ടതിന് ശേഷം നമുക്ക് പേബാക്കും കണ്ടതിന് ശേഷം ഏതാണ് നമുക്ക് പ്രിഫർ ചെയ്യേണ്ടതെന്നുള്ളതും കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് എഴുതണം കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ ദ ഏർണിംഗ് ക്യാപിറ്റലൈസേഷൻ അപ്രോച്ച് ടു ഡിവിഡൻഡ് പോളിസി അസംഷൻസ്, ലോജിക് ആൻഡ് ഇംപ്ലിക്കേഷൻ ഫോർ വാല്യൂഷൻ. ഏർണിംഗ് ക്യാപിറ്റൽ അപ്രോച്ച് മെത്തേഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതിലെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഡിസ്കസ് ദ റെസിജ്വൽ തിയറി ഓഫ് ഡിവിഡൻഡ് വിത്ത് നീറ്റ് ഫിനാൻസിങ് സീക്വൻസ് ആൻഡ് ഇറ്റ്സ് പ്രാക്ടിക്കൽ ലിമിറ്റേഷൻസ്. ഇപ്പൊ റെസിജ്വൽ തിയറി എന്താണെന്നുള്ളത് എഴുതിയിട്ട് അതിന്റെ ഫിനാൻഷ്യൽ സീക്വൻസ് ഇതൊക്കെ വരുന്നുണ്ട്. അതിന്റെ ലിമിറ്റേഷൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം അത് എഴുതാനായിട്ട്. അപ്പോൾ എ പാർട്ടും ബി പാർട്ടും 2 ക്വസ്റ്റ്യൻ 10 മാർക്ക് വീതം 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഡിഫൈൻ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ ഡിഫൈൻ ചെയ്യണം. ഡിസ്റ്റിംഗ്വിഷ് ക്ലിയർലി ബിറ്റ്വീൻ ഗ്രോസ് ആൻഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. എക്സാമ്പിളോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. 10 മാർക്സ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അതിൽ തന്നെ ബി പാർട്ട് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഫോർ ലിക്വിഡിറ്റി, പ്രോഫിറ്റബിലിറ്റി ആൻഡ് റിസ്ക് മാനേജ്മെന്റ്. ഇത് 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഡിസ്കസ് ദ ടെക്നിക്സ് ഓഫ് ഇൻവെന്ററി മാനേജ്മെന്റ് ഇൻ മാനുഫാക്ചറിംഗ് ആൻഡ് റീറ്റെയിൽ കോണ്ടെക്സ്റ്റ്. ABC നമ്മുടെ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗും അതുപോലെ തന്നെ വൈറ്റൽ എസെൻഷ്യൽ ഡിസൈറബിളും അതേപോലെ തന്നെ ഹൈ മീഡിയം ലോ യൂണിറ്റിൽ വരുന്നതും പിന്നെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, റീഓർഡർ ലെവല്, സേഫ്റ്റി സ്റ്റോക്ക്, ട്യൂബിൻ സിസ്റ്റം. SFN എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് സ്ലോ നോൺ മൂവിങ്. അതുപോലെ തന്നെ STE എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സ്കെയർസ്, ഡിഫിക്കൽട്ടി, ഈസിലി അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ജസ്റ്റ് ഇൻ ടൈം, ലീൻ ലിങ്കേജ് ആൻഡ് പെർപെക്ച്വൽ വേഴ്സസ് പീരിയോഡിക് കൺട്രോൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളത് എഴുതേണ്ടത്. പിന്നെ ഡയഗ്രാം കാര്യങ്ങളൊക്കെ നമുക്ക് ടേബിൾ ആയിട്ട് നമുക്ക് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. ഇതൊരു 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒറ്റ ക്വസ്റ്റ്യൻ ആണ്, 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ പറയുന്നത് എക്സ്പ്ലെയിൻ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് വെയ്റ്റഡ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, WACCയും അതുപോലെ തന്നെ WMCCയും. The brief numerical illustrations indicate when WMCC is more appropriate. അത് മോർ അപ്രോപ്രിയേറ്റ് ആണോ എന്നുള്ളത് നമുക്കൊരു ന്യൂമറിക്കൽ ഇലിസ്ട്രേഷൻസ് ഒക്കെ വെച്ചിട്ട് തന്നെ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. 6 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അതിൽ തന്നെ ബി പാർട്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഡിസ്ക്രൈബ് ദ ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് അവൈലബിൾ ടു എ കമ്പനി, ഇക്വിറ്റി, പ്രിഫറൻസ് ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, ബോണ്ട്സ്, ടേം ലോൺസ്, ലീസിംഗ്, റിട്ടേൺ ഏർണിംഗ്സ്, ഹൈലൈറ്റ്സ് ഇൻ കോസ്റ്റ്, റിസ്ക്, കൺട്രോൾ ആൻഡ് ഫ്ലെക്സിബിലിറ്റി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതുമ്പോൾ അതിന്റെ കോസ്റ്റും റിസ്ക്കും കൺട്രോളും അതിന്റെ ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഇത് ആൻസർ എഴുതാനായിട്ട്.
ഇതിന് ബി പാർട്ട് ക്വസ്റ്റ്യന് 14 മാർക്കാണ് വരുന്നത് കേട്ടോ. ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് എക്സ്പ്ലനറി നോട്ട്സ് ഓൺ എനി 2 ഓഫ് ദ ഫോളോയിങ് 10+10. ഇത് 4 ടേം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 4 എക്സ്പ്ലനറി നോട്ട്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും 2 നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഒരെണ്ണത്തിന് 10 മാർക്ക് വീതമാണ് കിട്ടുന്നുണ്ടാവുക. ഒന്നാമത് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ദെയർ സാലിയന്റ് ഫീച്ചേഴ്സ്, പ്രിഫറൻസ് ഷെയർസും അതിന്റെ ഫീച്ചേഴ്സും. നെക്സ്റ്റ് സിസ്റ്റമാറ്റിക് വേഴ്സസ് അൺസിസ്റ്റമാറ്റിക് റിസ്കുകൾ, സിസ്റ്റമാറ്റിക്കും അൺസിസ്റ്റമാറ്റിക് ഏതൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ്സിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്നുള്ളത് അതിന്റെ മെഷർമെന്റ് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻസ്. നെക്സ്റ്റ് നെറ്റ് പ്രസന്റ് വാല്യൂ വേഴ്സസ് എ വേഴ്സസ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അപ്പൊ NPV അതുപോലെ തന്നെ IRR തമ്മിലുള്ളതാണ് എഴുതേണ്ടത്. അതിന്റെ ഡിസിഷൻ റൂൾസും കോൺഫ്ലിക്ട്സും അതുപോലെ തന്നെ റീകൺസിലേഷനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ലാസ്റ്റ് പോർഷൻസ് വരുന്നത് പേബിൾസ് ആണ്, ക്രെഡിറ്റേഴ്സ്, മാനേജ്മെന്റ്, അതിന്റെ ഒബ്ജക്റ്റീവ്സും ടൂൾസും അതുപോലെ തന്നെ അതിന്റെ എത്തിക്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. അപ്പൊ 4 ടേംസ് തന്നിട്ടുണ്ട്, ഏതെങ്കിലും 2 ടേംസിന് നമ്മൾ ആൻസർ എഴുതിയാൽ നന്നായിട്ട് അറിയുന്ന ഏതെങ്കിലും 2 ആൻസർ എഴുതി നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ ആൻസേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്, പക്ഷെ അവൈലബിൾ ആവുന്നുണ്ടാവുക നമ്മൾ ലേൺവേഴ്സിന്റെ ആപ്പിനകത്തായിരിക്കും. അപ്പൊ എല്ലാവരും തന്നെ നന്നായിട്ട് തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പയർ ചെയ്തതിനു ശേഷം റിപ്പീറ്റഡ്ലി ചോദിക്കാൻ ചാൻസ് ഉള്ളതും അതുപോലെ തന്നെ നമ്മൾ പ്രോബിലിറ്റി ഒക്കെ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ എഴുതി തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 1-2 തവണയൊക്കെ ആൻസർ എഴുതി നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ എഴുതിയിട്ടുള്ള ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തതും കൂടെ നോക്കിയിട്ട് തന്നെ മുന്നോട്ട് പോവുക. എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.